വെജിറ്റേറിയനിസം പ്രോത്സാഹിപ്പിക്കുക, പാമ്പുകളെ സംരക്ഷിക്കുക, കൂടുകളിലാക്കപ്പെട്ട പക്ഷികളെ പരമാവധി സ്വതന്ത്രരാക്കുക, അവയുടെ വ്യാപാരം തടയുക, തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും സംരക്ഷിക്കുക, ഇതൊക്കെയാണ് രക്ഷയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. സമയം എന്നത് ഇക്കാലത്ത് ഒരേ സമയം പ്രഷ്യസ് ആണ്, അതേപോലെ അത് സമ്പത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾ അവരുടെ സമയം ഈ മൃഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. എന്നും ഓഫീസിലേക്ക് വരുമ്പോൾ റോഡിൽ കുറേ പട്ടികളെയും പൂച്ചകളെയും കിടക്കുന്ന കാണാം. അത് ചിലത് വണ്ടി ഇടിച്ച് ചത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ കയ്യും കാലും ഒടിഞ്ഞത്, abandoned puppies or kittens in the sack. I mean, in the roadside, it's not right that you throw them away there. I mean, every living being has a right to live, whatever. Why do we consider that their life has less valuable than ours? That's not correct and that's not true. So, people like us have joined hands to make the lives of animals better in the city. And that's what we do. That is what Raksha is all about. Rescuing, taking care of animals, shelter, kindness. That is what Raksha is. The full form of Raksha is rescue of, awareness about, kindness towards, shelter for helpless animals. And this brings us immense pleasure in doing so. ബേസിക്കലി ഞങ്ങളുടെ ആഗ്രഹം എന്താ വെച്ചാൽ കേരളത്തിലുള്ള ആൾക്കാരും മൃഗങ്ങളും ഒരുമിച്ച് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ അതിനായി നമ്മൾ കുറച്ച് പ്രവൃത്തികൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ശല്യം കൂടുതലാണെന്ന് പലരും പറയാറുണ്ട്. അത് ഒരു കാര്യം എന്താ വെച്ചാൽ ഇവരെ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ അവരെ ശൗര്യം വളരെയധികം കുറയും. അതിനായിട്ട് WVS വേൾഡ് വൈഡ് വെറ്റിനറി സർവീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരൊപ്പം പങ്കുചേർന്ന് നമ്മൾ ഈ ഓഗസ്റ്റിൽ ആൻറ്റി റേബീസ് ക്യാമ്പയിൻ നടത്തുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് അവരെ റേബീസിനുള്ള കുത്തിവയ്പ്പും അതോടൊപ്പം അവരെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ഈ ഡോഗ്സിൻ്റെ ഒക്കെ അഗ്രസീവ്നെസ് കുറയും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ എണ്ണവും കുറയും. അപ്പോൾ നമ്മളുടെ ഈ പട്ടികൾ റോട്ടിൽ പെരുകി കൂടുന്നു എന്നുള്ള ഒരു പ്രശ്നവും നമുക്ക് അതോടെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതിന് ഫിയാപ്പോ അതോടൊപ്പം തന്നെ WVS ഇങ്ങനത്തെ ഓരോ ഫെഡറേഷൻസാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ വിട്ടുപോകാൻ പറ്റാത്ത രണ്ട് വേറെ ഷെൽട്ടേഴ്സാണ് PFA, പീപ്പിൾ ഫോർ ആനിമൽസും, കോവളം സ്ട്രീറ്റ് ഡോഗ് വാച്ച് കൊല്ലം. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്വന്തമായ ഒരു ഷെൽട്ടറൊന്നുമില്ല. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ പട്ടികളെ അബാൻഡൻ ചെയ്യുന്നോ അത് ഇഞ്ചേർഡ് ആയെന്നോ പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനായിട്ടൊരു ഇടമൊന്നുമില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലും നമ്മളെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റാതെയായിരിക്കും. അപ്പോൾ അവരോടും പ്രത്യേകിച്ച് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഒരു കാര്യം നമ്മൾ ആനിമൽ കെയർ ട്രിവാൻഡ്രം തുടങ്ങാനുള്ളൊരു സംഭവം. അത് ഈ ആനിമൽ കെയർ ട്രിവാൻഡ്രം എന്നുള്ളത് തന്നെ ഈ 3 പേരും കൂടി ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയ സംഭവമാണ്. അതായത് രക്ഷയും, കോവളം സ്ട്രീറ്റ് ഡോഗ് വാച്ചും അതോടൊപ്പം തന്നെ PFAയും. ഇത് 3 പേരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള സംഭവമാണ് ആനിമൽ കെയർ ട്രിവാൻഡ്രം. അതിലൂടെ നമ്മൾ കുറേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 58 പപ്സും 8 കിറ്റൻസിനെയും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ കുറേ അധികം ആനിമൽസ് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2011 നമ്മൾ തുടങ്ങിയതാണ്. ഈ 1.5-2 വർഷം കൊണ്ട് ഒരു നല്ല അച്ചീവ്മെൻ്റ് എന്ന് പറയാനുള്ളത് നമ്മൾ ഏകദേശം 100ഓളം ആനിമൽസ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജിലും എല്ലാവിടെയും നമ്മൾ എന്താ പറയുക കാണിക്കുന്നുണ്ട്. അതോടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ നമ്മളതിൽ കൂടുതൽ പപ്സ് വരികയാണെങ്കിൽ അവർക്ക് ഡീവേമിങ് അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പടങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. അത് കണ്ട് കുറേ ഫീഡ്ബാക്സ് നമുക്ക് വന്ന് നമ്മൾ കുറേ പേർക്ക് അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് കേരളം നന്നാക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളുടെ കേരളത്തിലെ പട്ടികളുടെയും ബാക്കി മൃഗങ്ങളുടെയും ജീവിതം കുറച്ച് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. Initially, my mom and dad did not want any pet at our place. But they said that please join this group so that you'll understand what animal care truly is. Also, I have many friends who love animals, but they said that what can one person make a difference? Each and every individual can make a difference, and I have many of my friends joining Raksha after I joined Raksha, and they themselves know that everyone individual can make a difference. So friends and families support
for doing any work is very important. Also, my family also said that I work for a company. I should not overlook my company's work for Raksha. Both are important at their own place, and join Raksha only if you can give time to it. So, and they supported me in that decision as well. So family support is very much intended. 2011 ഞങ്ങളുടെ ക്ലബ്ബ് തുടങ്ങിയത്. അപ്പം തുടങ്ങുമ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു 2 വർഷത്തെ കാലയളവിൽ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നോ, ഇത്രയും റെസ്ക്യൂസ് ഒക്കെ നടത്താൻ പറ്റുമെന്നോ, അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ക്ലബിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഉള്ളിലെ മൃഗങ്ങളോടുള്ള സ്നേഹമാണ്. അപ്പം അത് താഴോട്ട് വരാത്ത അത്രയും നാളും ഞങ്ങളുടെ ഈ ക്ലബ്ബ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ക്ലബ്ബ് തുടങ്ങിയപ്പം കൂടെ 20+ മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 100+ മെമ്പേഴ്സ് ഉണ്ട്. അത് തന്നെ ഞങ്ങളുടെ രക്ഷയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ കുറേ പേജസും ഉണ്ടാവും, കുറേ ക്ലബ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അവരൊക്കെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടുമാണ് മാത്രമാണെന്നാണ് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ മെസ്സേജ് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഞങ്ങളുടെ ബേസിക് മോട്ടീവ് എന്ന് പറയുന്നത് ഇവിടെ വി വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ് ഹിയർ. ഇവിടെ റോഡിലൊക്കെ കിടക്കുന്ന പട്ടികളെയും പൂച്ചകളെയും ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം അത് തന്നെ ഇറ്റ് മേക്സ് രക്ഷ ഡിഫറെൻറ്റ് ഫ്രം അതർ ക്ലബ്സ്. രക്ഷ പോലൊരു ക്ലബ്ബ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മെയിൻലി ട്രിവാൻഡ്രമിലെ നേറ്റീവ് അല്ല. അപ്പോൾ ഞങ്ങൾക്കെല്ലാം റിമോട്ട് ലൊക്കേഷൻസിലൊക്കെ പോയിട്ട് പപ്പീസിനെയും ക്യാറ്റ്സിനെയും ബാക്കി എല്ലാത്തിനും ബേർഡ്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക, വഴികളൊക്കെ അറിഞ്ഞിരിക്കുക, അതൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ പപ്പീസിനെയൊക്കെ ഫോസ്റ്റർ ചെയ്യാൻ പോണത്, അതൊരു വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കിപ്പം. ഞങ്ങളിപ്പം മിക്കവാറും ഉള്ളവരൊക്കെ താമസം ഫ്ലാറ്റ്സിലും PGസിലും പിന്നെ ഷെയർ ചെയ്തിട്ടൊക്കെ അക്കോമഡേഷനൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പപ്പീസിനെ ഫോസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമുള്ളതാണ്. ഫോസ്റ്റർ ലൊക്കേഷൻ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ നല്ല ഫോസ്റ്ററിങ് സെൻറ്റർ ദൂരെ കൂടുതൽ PFA ഇതുപോലെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സിറ്റിയോട് മാറി നല്ല ദൂരത്തുള്ള ഒരു ഓർഗനൈസേഷൻസാണ്. ഇവിടെ വരെയൊക്കെ ഒന്ന് പപ്പി എത്തിക്കാനുള്ള ഒരു പ്രശ്നം, അതൊക്കെയാണ് ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ. പിന്നെ അവൈലബിലിറ്റി ഓഫ് വെറ്ററിയൻസ്, അപ്പോൾ അതൊരു ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലംസിലൊന്നാണ്.